ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. UPSCയുടെ 2024 നടന്ന പ്രിലിമിനറിയുടെ ചോദ്യപേപ്പർ നോക്കുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ രണ്ടും ശരിയാണോ? ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇറ്റ് ഈസ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഹു റെക്കഗ്നൈസ് ആൻഡ് ഡിക്ലെയർസ് എനി കമ്മ്യൂണിറ്റി ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ആസ് ഷെഡ്യൂൾഡ് ട്രൈബ്. അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ അതിൻ്റെ ഗവർണറാണ് ആ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഈ ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സിന് ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം, മണിപ്പൂർ കലാപം ഇപ്പം നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നു മണിപ്പൂർ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം? ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് എത്തുന്നു, മെയ്തേ കമ്മ്യൂണിറ്റിക്ക് ST സ്റ്റാറ്റസ് നൽകണമെന്ന്. അപ്പോൾ ഹൈക്കോടതി അതിന് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കുന്നു. എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറയുന്നു മെയ്തേ കമ്മ്യൂണിറ്റീനെയും ഇനി മുതൽ ST ആയിട്ട് പരിഗണിക്കണമെന്നും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസൊക്കെ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുകൂലമായിട്ടുള്ള വിധി വന്നു. അപ്പോൾ ഇതിനെ തുടർന്നിട്ടാണ് നമ്മുടെ മണിപ്പൂരിൽ കലാപങ്ങൾ ഒക്കെ ആരംഭിക്കാൻ ഇടയാകുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തുകയും ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് സുപ്രീം കോടതി ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് എത്തിയത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് മുന്നിലാണ് ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തിയത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഇതാണ്: ഏതെങ്കിലും ഒരു ഹൈക്കോടതിക്കോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രിബ്യൂണലിനോ അല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ അതൊരു ST ആയിട്ട് പരിഗണിക്കുവാനുള്ള അവകാശം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം ഇരിക്കുന്നത്, ആ അവകാശങ്ങൾ മുഴുവൻ ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയിലാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലാണ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ പ്രസിഡന്റ് ഈ കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഗവർണർക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീനെ ഒരു ST ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ കമ്മ്യൂണിറ്റി ഡിക്ലെയർഡ് ആസ് എ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എ സ്റ്റേറ്റ് നീഡ് നോട്ട് ബി സോ ഇൻ അനദർ സ്റ്റേറ്റ്. അതായത് വളരെ സിമ്പിളായിട്ട്, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു വിഭാഗത്തിന് മറ്റൊരു സംസ്ഥാനത്തിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നില്ല. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. നമുക്കിപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുണ്ട്, അവിടെ വിവിധ ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട്. അവരിൽ ആരെങ്കിലും കേരളത്തിലേക്ക് വരികയാണ്, എന്നാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് അംഗീകരിച്ചില്ല. അവർ കേരളത്തിൽ വന്നതിന് ശേഷം അവർക്ക് ആ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് നൽകാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ? ഈ ഒരു കാര്യം ശരിയാണ്. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നമുക്ക് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ചെന്നിട്ട് നമുക്ക് ആ ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അത് കേരളത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓൺലി 2 മാത്രമാണ് ശരി. നമ്മുടെ ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വൈൽ എനി റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഇസ് അണ്ടർ കൺസിഡറേഷൻ. അതായത് നമ്മുടെ ലോക്സഭ സ്പീക്കറെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു റെസൊല്യൂഷനൊക്കെ നടക്കുന്ന സമയം, അത് പിന്നെ നിയമമായിട്ടുള്ള റെസൊല്യൂഷൻ അതിൻ്റെ പ്രോഗ്രസ്സിലാണ്. റെസൊല്യൂഷൻ വന്നു അദ്ദേഹത്തെ റിമൂവ് ചെയ്യാനായിട്ട്, എന്നാൽ അദ്ദേഹത്തെ റിമൂവ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ എഫക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലോക്സഭാ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക്, നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടെ. നമ്മുടെ ഇപ്പോൾ ഒരു ലോക്സഭാ സ്പീക്കറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റെസൊല്യൂഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനു മുമ്പ് 14 ദിവസം മുമ്പ് തന്നെ നമ്മുടെ സ്പീക്കർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമതായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ നമ്മുടെ ലോക്സഭയിൽ മാത്രമേ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്ങും നടക്കുന്നത് ലോക്സഭയിലായിരിക്കും. രാജ്യസഭയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. മൂന്നാമത്തെ കാര്യം,
ഈ ഒരു റെസൊല്യൂഷൻ വെറുതെ അങ്ങ് കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ലോക്സഭാ സ്പീക്കർക്ക് നൽകുന്ന ഒരു സെക്യൂരിറ്റി എന്ന വിധേന മിനിമം 50 മെമ്പേഴ്സെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലോക്സഭാ സ്പീക്കറെ റിമൂവ് ചെയ്യണമെന്ന് കുറഞ്ഞത് 50 MP-മാർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർ ആ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഒരു റെസൊല്യൂഷൻ നമ്മുടെ ലോക്സഭയുടെ കൺസിഡറേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ലോക്സഭ ഈ ഒരു കാര്യം എഫക്റ്റീവ് മജോറിറ്റിയോടുകൂടി പാസ്സാക്കുന്ന സമയം നമ്മുടെ സ്പീക്കർ ഈ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു റെസൊല്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ്, ഈ ഒരു റെസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കില്ല. പാർലമെൻറ്റ് മീൻസ് ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കില്ല. അതായത് അധ്യക്ഷ സ്ഥാനം പിന്നീട് ഈ ഒരു ഇദ്ദേഹം വഹിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കുകയാണ്. ഹി ഓർ ഷീ ഷാൽ നോട്ട് പ്രിസൈഡ്. എപ്പോൾ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ അംഗീകരിച്ചു, അത് ലോക്സഭയുടെ കൺസിഡറേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഇരിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ലോക്സഭയുടെ കൺസിഡറേഷൻ ഇരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് വരുവാനും അദ്ദേഹത്തിന് സംസാരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഹി ഓർ ഷീ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ഈ ഒരു റെസൊല്യൂഷൻ എഫക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് വരാം, അദ്ദേഹത്തിന് നമ്മുടെ ലോക്സഭയിൽ സംസാരിക്കുവാനായിട്ടും സാധിക്കും. മൂന്നാമതായിട്ടുള്ള കാര്യം, സാധാരണ നമ്മുടെ ലോക്സഭാ സ്പീക്കർ എപ്പോഴാണ് വോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ലോക്സഭയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ്. ആ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു ടൈ വരുവാണ്. 2 സൈഡും വോട്ട് ചെയ്ത വോട്ട് തുല്യമായിട്ട് വരുന്ന സമയത്തേക്ക് ആ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായിട്ട് നമ്മുടെ ലോക്സഭാ സ്പീക്കർ വോട്ട് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ, അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു റെസൊല്യൂഷൻ നിലവിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം വോട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണ്. ഫസ്റ്റ് ഇൻസ്റ്റൻസ് മീൻസ് ഒരു വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടം, വോട്ടെടുപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. ഒരു ഇക്വാലിറ്റി വോട്ട് അല്ലെങ്കിൽ ഒരു ടൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അദ്ദേഹം ഈ റെസൊല്യൂഷൻ ഇരിക്കുന്ന സമയത്ത് വോട്ട് ചെയ്യില്ല. പകരം ആ വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലായിരിക്കും അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോരുകയാണ്. ഹി ഓർ ഷീ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. തെറ്റല്ലേ? തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം ഫസ്റ്റ് ഇൻസ്റ്റൻസിലാണ് വോട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി ഉത്തരങ്ങളിലേക്ക് പോരുകയാണ്. നമ്മൾ ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. ഹി ഓർ ഷീ ഷാൽ നോട്ട് പ്രിസൈഡ്. അദ്ദേഹം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയില്ല എന്നുള്ള ഓപ്ഷൻ മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഒൺലിയാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്കോ. മൂന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. എ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് എൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. നമുക്കറിയാം, നമുക്ക് വിവിധ റിട്ടുകളുണ്ട്. അതിലൊന്നാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആർക്ക് മുകളിലാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആർക്ക് മുകളിലാണ്? കീഴ്ക്കോടതികൾക്കും ട്രൈബ്യൂണൽസിനും മുകളിലാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നിർത്തിവെക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ സി എന്താണ്? ടു ദ ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീഡിംഗ് ഇൻ എ കേസ്. ഏതെങ്കിലുമൊക്കെ ഒരു കേസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ലോവർ കോർട്ടിനോട് അതിൻ്റെ പ്രൊസീഡിങ്സ് നിർത്തിവെക്കുവാൻ വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്. ഹു ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്സ് ദ ഇന്ത്യ വേ ആൻഡ് വൈ ഭാരത് മാറ്റേഴ്സ്. 2024 ജാനുവരിയിൽ പുറത്തിറങ്ങിയ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ ഭൂപേന്ദർ യാദവ്, നളിൻ മെഹ്ത്ത, ശശി തരൂർ, സുബ്രഹ്മണ്യം ജയശങ്കർ. അപ്പോൾ ഇതിൽ ആരാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഓഥർ? നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്ന എസ് ജയശങ്കർ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ജയശങ്കറാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓഥർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സുബ്രഹ്മണ്യം ജയശങ്കറാണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. കുറച്ച് ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിവിധ ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ലിസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാണുന്നതെല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിന് കീഴിലായിരിക്കും. ഇൻ്റർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യവും തന്നെ യൂണിയൻ ലിസ്റ്റിന് കീഴിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഈസ് എ സബ്ജക്റ്റ് അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. ശരിയാണോ? അല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡും കോമേഴ്സും ഏത് ലിസ്റ്റിന് കീഴിലാണ്? അത് യൂണിയൻ ലിസ്റ്റിന് കീഴിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ തന്നിട്ടുള്ളത് ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ്. ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ആസ് വെൽ ആസ് ഇൻ്റർ സ്റ്റേറ്റ് ക്വാറൻറ്റൈൻ ഈസ് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണ്. ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. ശരിയാണോ? അല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിന് കീഴിലുള്ള കാര്യമാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ്റർ സ്റ്റേറ്റ് ക്വാറൻറ്റീൻ ഈസ് എ യൂണിയൻ സബ്ജക്റ്റ് അണ്ടർ യൂണിയൻ ലിസ്റ്റ്. ശരിയാണോ? ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർ സ്റ്റേറ്റ് മൈഗ്രേഷനും ഇൻ്റർ സ്റ്റേറ്റ് ക്വാറൻറ്റീനും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ യൂണിയൻ ലിസ്റ്റിനകത്താണ് വരുന്നത്. 81ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ക്വാറൻറ്റൈൻ ഈസ് എ യൂണിയൻ സബ്ജക്റ്റ് അണ്ടർ യൂണിയൻ ലിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഓപ്ഷൻ ഡി സ്വാഭാവികമായിട്ടും തെറ്റായിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ അതിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. പിന്നെ വീഡിയോയുടെ ലെങ്തിൻ്റെ കാര്യം ഞാൻ കൂട്ടാൻ നോക്കാൻ കേട്ടോ. കാരണം എനിക്ക് കുറച്ച് വർക്കിൻ്റെ ജോലിപരമായിട്ടുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഒത്തിരി ലെങ്തിലേക്ക് ഞാൻ വീഡിയോ ഇടാത്തത്. അതുമല്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്കും കാണാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം വളരെ വലിയ വീഡിയോനേക്കാളും ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ വരുന്ന വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് കാണാനും കംഫർട്ടബിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനിടയിൽ വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.